ഹായ് കൂട്ടുകാരെ, എൻ്റെ ഈ യാത്രയ്ക്ക് കാരണമായ പത്രവാർത്തയാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നായിരുന്നു തീരുമാനങ്ങൾ കൈക്കൊണ്ടതും യാത്ര തുടങ്ങിയതും. ഒരുപാട് തിരക്കുള്ളൊരിടത്തേക്കുള്ള യാത്രയാണ്. അനിയത്തിയുടെ നിർദ്ദേശപ്രകാരം ചെന്നൈയിൽ ചെന്നൊരു ദിവസം തങ്ങിയിട്ട് അവിടെ നിന്നും പ്രയാഗ്രാജിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. റാം കെയർ ഓഫ് ആനന്ദി വായിച്ച എനിക്ക് ചെന്നൈ നഗരം കറങ്ങാൻ ഒരു ദിവസം അനിവാര്യമായിരുന്നു. അന്നത്തെ വൈകുന്നേരം മറീന ബീച്ചിലും പിറ്റേ ദിവസം പുലർച്ചെ ബസന്ത് നഗറിലെ ബീച്ചിലും ടി നഗറിലുമായി ഞാൻ ചുറ്റി നടന്നു. വൈകിട്ട് 4 മണിക്കായിരുന്നു പ്രയാഗ്രാജിലേക്കുള്ള എൻ്റെ ചെന്നൈയിൽ നിന്നുള്ള ട്രെയിൻ. സന്തോഷത്താൽ പാറിപ്പറന്ന ഞാൻ ക്ഷീണിതനായി ഉറങ്ങവെയാണ് അനിയത്തി വിളിച്ചു പറയുന്നത് ടിക്കറ്റ് ക്യാൻസലായെന്ന്. എനിക്ക് മുന്നിൽ വേറെ വഴികളൊന്നുമില്ലായിരുന്നു. ജനറൽ ടിക്കറ്റ് തന്നെ പോവുക. ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. 3 മണിയോടെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് എടുക്കാൻ നേരം ഞാൻ കണ്ടുമുട്ടിയ 3 പേർ എങ്ങനെയെന്നറിയില്ല വേഗം എന്നോട് കൂട്ടായി. അവരും പ്രയാഗ്രാജിലേക്കായിരുന്നു. ബാലകൃഷ്ണൻ, ദാമോദരൻ, വികാസ് എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. തിരക്കുള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്രയ്ക്കായി ഞങ്ങൾ തയ്യാറെടുത്തു. വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമല്ല എന്നറിയാമായിരുന്നു. എന്നാലും 20 മണിക്കൂർ നീളുന്ന കഠിനമായ യാത്രയെ ഞങ്ങൾ തമാശകൾ പറഞ്ഞും ലൂഡോ കളിച്ചുമൊക്കെ നേരിട്ടു. വിജയഘാടയിൽ നിന്നുള്ള തിരക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. കഷ്ടി ഒരാൾക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത വിധം ഓരോരുത്തരായി കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒരു രാത്രിയും ഒരു പകലും താണ്ടിയ ശേഷം വരുന്ന ദിവസം പുലർച്ചയിൽ ഞങ്ങൾ പ്രയാഗ്രാജിലെത്തി. പുണ്യനദികളെന്ന് വിശ്വസിക്കുന്ന ഗംഗയും യമുനയും സരസ്വതിയും ഒന്നിക്കുന്ന സ്നാനഘാട്ടിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം പോകണമായിരുന്നു. നടന്നും ഷെയർ വണ്ടികളുടെ സഹായത്തോടെയും ഞങ്ങൾ പുലർച്ചെ 6 മണിയോടെ അവിടെ എത്തി. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കുംഭമേള എന്ന വിശ്വാസവും 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള എന്ന വിസ്മയവും എനിക്ക് മുന്നിൽ സത്യമാകുന്നു. ഞാൻ അറിയുന്നു ആ വിശ്വാസത്തിൻ്റെ ശക്തിയെ. കോടിക്കണക്കിന് ആളുകളിൽ ഒരുവനായി ഞാൻ അനുഭവിക്കുന്നു ആ നിമിഷങ്ങളെ.